ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് സിനിമയ്ക്ക് പോകുമ്പോ അതിനകത്ത് കൂട്ടത്തിൽ ഒരാളുടെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് പറയും, മോളെ ഞാൻ ഉറങ്ങാൻ പോവാ, ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ, മോള് ഉറങ്ങണേ പോവാ. ഞങ്ങളെല്ലാരും ഫ്രണ്ട്സ് എല്ലാവരും ലൂഡോ കളിച്ചോണ്ട് ഉടനെ ഇപ്പോൾ കോള് വന്നപ്പോഴത്തേക്ക് ഞാൻ നേരെ ബെഡ്റൂമിലോട്ട് ഓടി. ഇങ്ങനെ വന്നു, വീഡിയോ കോൾ ഓണാക്കി. എന്താണ് പാലും പഴവും എന്ന് ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് പെട്ടെന്ന് അതൊരു തമിഴ് പടമാണോ എന്നൊരു സംശയം തോന്നി. പാലും പഴവും. പാലും പഴവും അത് പാലും പഴവും പളവും പളവും എന്ന് പറയണ്ട. അന്നത്തെ കാലത്ത് എഴുതി ഇനി 10 ദിവസം കഴിഞ്ഞ് കയ്യിൽ എഴുത്ത് കിട്ടുമ്പോഴത്തേക്കും കളറെല്ലാം ചെയ്ത് കഴിഞ്ഞു. ചേച്ചി സേഫ് ആയിരുന്നു അപ്പോ. ഈ ഒരു ഫോണല്ലേ കറങ്ങണ്ടേ, അല്ലെങ്കിൽ വല്ല ട്രങ്കോളൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം. ഇനി അത് ആകുമ്പോഴേക്കും ആ മൂടൊക്കെ പോകും. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ കേട്ടല്ലോ. ചേച്ചിനെ ട്രോൾ ചെയ്തിട്ടോ. ഞാനൊരു പാവാണ്. രമണി എന്ന പേരിൽ ചേച്ചി അഭിനയിച്ച പടത്തിന്റെ പേര് കൗരവറിലെ ക്യാരക്ടർ. ആ പടം പോലെ എനിക്ക് ഞാൻ പറയൂല, അത് കണ്ടുപിടിക്കേ. ഹായ് ഗായ്സ്, ഐസ് ആൻഡ് ദ പെൻഗ്വിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പെൻഗ്വിൻ പൂജ കൃഷ്ണ. ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് പാലും പഴവും എന്ന പടത്തിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം മീര ചേച്ചി, ശാന്തി കൃഷ്ണ ചേച്ചി ആൻഡ് അശ്വിൻ. ഹായ്. അതെ, സീരിയസ് ആയിട്ടിരിക്കരുത്, ഓക്കെ? ഞങ്ങളോ? കാരണം ഈ പാലും പഴവും എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വിനോദയാത്രയിലെ ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. എന്താണ് പാലും പഴവും എന്ന് ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാലും പഴവും അങ്ങനെയല്ല, നമ്മൾ പെട്ടെന്ന് ആ ടൈറ്റിൽ കേൾക്കുമ്പോ എന്താണ് ആ സമയത്ത് ഫീൽ ചെയ്തത് എന്ന് പറയാം വേണമെങ്കിൽ. എനിക്ക് പെട്ടെന്ന് അതൊരു തമിഴ് പടമാണോ എന്നൊരു സംശയം തോന്നി. പാലും പഴവും. ഞാൻ പഴയ ശിവാജി ഗണേശന്റെ ഒരു പടം ഉണ്ടായിരുന്നു, പാലും പഴവും പളവും പളവും എന്ന് പറയണ്ട. അത് ഒരുമാതിരി ആക്കിയതാണ്. പാലും പളവും പറയാ. അത് ഓരോരോ സ്ലാങ് ആണ്. തമിഴിൽ എല്ലാവരും ളാ പറയും തോന്നുന്നില്ല എനിക്ക്. അങ്ങനെയല്ല, ആ സിനിമയുടെ പേര്, ആ സിനിമയുടെ പേര് അതിലും. അതായത് എനിക്കൊന്ന് പ്യുവർ തമിഴില് ലായല്ല തന്നെ. ചേച്ചി തമിഴല്ലേ? ഞാൻ തമിഴല്ലേ സംസാരിക്കുന്നത്. ചേച്ചി പക്ഷെ ബോംബെയിലല്ലേ? ബോംബെയിൽ ജനിച്ചു വളർന്നാലും പാലക്കാടാണ് ശരിക്കും എന്റെ നാട്. അച്ഛന്റെ നാട് പാലക്കാട്, അമ്മ കാഞ്ഞങ്ങാട്. ഞാൻ ജനിച്ചു വളർന്നെല്ലാം മുംബൈയിലാണെന്നേ ഉള്ളൂ. അതെ, ബട്ട് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ബ്രാഹ്മിൻസിന്റെ തമിഴാണ്. തലയാളം എന്ന് പറയുന്നത് ചേട്ടൻ തമിഴും അല്ല മലയാളം അല്ല മിക്സ് ആണെന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം. ഇപ്പൊ കേട്ടല്ലോ. ചേച്ചിനെ ട്രോൾ ചെയ്തിട്ടോ. ഞാനൊരു പാവാണ്. ഓക്കെ, അപ്പൊ പാലും പഴവും ചേച്ചി ചിലപ്പോ ട്രോൾ ചെയ്തിരിക്കും. ചേച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. ചേച്ചി എല്ലാരും ഇങ്ങനെ ട്രോൾ ചെയ്യും. ട്രോളൊന്നും ഞാൻ ചെയ്യാറില്ല. ശാന്തി അല്ല, ചേച്ചി ഭയങ്കര നോട്ടിയാ. ഇപ്പൊ വന്ന് പറയുന്നത് അങ്ങനെയാണ്. വഴക്കളിയായി ട്രോളി. ചേച്ചി ഭയങ്കര നോട്ടിയാണെന്നാണ് പറയണത് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ പാലും പഴവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പേടിക്കണ്ട, നിങ്ങക്ക് രണ്ടുപേർക്ക് ഇതിൽ പണിയില്ല. ഓക്കെ, പണിയുള്ള അശ്വനാണ്. അപ്പൊ ശരി, ഓക്കെ. സോ ഞാൻ ആദ്യം ഒരു 2 ഇത് തരാം. ഞാൻ പറയാം, സൈറൻ പോലെ ഇതൊരു ഹോളാണ്. എങ്ങനെയാ മോളെ? ഓക്കെ, അത് ചുമ്മാ ഒന്ന് ഊതിയാ മതി. അപ്പൊ ഇത്രേ ഉള്ളൂ സെഗ്മെന്റ്. ഞാൻ ഇപ്പം മീര ചേച്ചി അഭിനയിച്ച പടത്തിന്റെ ക്യാരക്ടർ പേരും പറയും, അത് ഏത് പടമാണെന്ന് ഗസ് ചെയ്യണം. ഇതേ സെയിം സാധനം തന്നെ ശാന്തി ചേച്ചി അഭിനയിച്ച പടത്തിന്റെ ക്യാരക്ടർ പേരും ആ പേര് പറയുമ്പോൾ അത് ഏത് പടാന്നും ഗസ് ചെയ്യണം. അത് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവോന്ന് അറിയില്ല. ക്ലൂ ഒന്നുമില്ല. അല്ല ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ മനസ്സിലാവും നീ എന്നെ കുറിച്ച് പറഞ്ഞൊക്കെ കറക്റ്റ് ആണോ, നീ എന്റെ ഫാൻ ആയിരുന്നോ, നീ എന്റെ പടം കണ്ടിട്ടുണ്ടോ, ഞാൻ ഇപ്പൊ മനസ്സിലാക്കി. ഈ പടത്തിലെ ക്യാരക്ടറുടെ പേരെന്തുവാ? അത് എനിക്ക് തന്നെ ഓർമ്മയില്ല. അമ്മ ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ഇതില് തെറ്റുത്തരാണെങ്കിൽ അശ്വൻ പാല് കുടിക്കണം, ശരിയുത്തരാണെങ്കിൽ ആ പഴം കഴിക്കണം. അല്ല, നേരെ തിരിച്ചാണ്. തെറ്റുത്തരാണെങ്കിൽ പഴം കഴിക്കണം, ശരിയുത്തരാണെങ്കിൽ പാല് കുടിക്കണം. അതന്നെ
അതാണ് മധുരം. അതിന് മധുരം ഇല്ല, ഇതിനാണ് മധുരം ഉള്ളത്, അതിന് മധുരം ഇല്ല. അതെ മധുരാണ് ഇത്. കുറച്ച് പച്ചപ്പഴം തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ ശാന്തി ചേച്ചിയുടെ ഒരു ക്യാരക്ടർ പേര് പറയാം. അത് ഏത് പടത്തിലാന്ന് പറയാം കേട്ടോ. ഓക്കെ, രമണി. അത് എനിക്കൊന്നും ഓർമ്മയില്ല. ചേച്ചിക്ക് രമണിയും ചേച്ചിക്ക് ഓർമ്മയില്ലേ? രമണി എന്ന പേരിൽ ചേച്ചി അഭിനയിച്ച പടത്തിന്റെ പേര്. ക്ലൂ ഒന്നുമില്ല. അതെ, ഞാൻ ക്ലൂ കൊടുത്തിട്ടില്ല. എനിക്കെന്താ അത്, കാരണം എനിക്ക് ആ പടം കണ്ടിട്ടുണ്ടോ? ആ പടം കണ്ടിട്ടുണ്ടോ? ആ പടം കണ്ടിട്ട് ഞാൻ. അത് കുറച്ച് പഴയ പടമാണ്. ഹീറോ അതൊന്നും ഞാൻ പറയില്ല. അത് അതില്ല. പുറത്തേക്ക് എനിക്ക് എന്നെ അറിഞ്ഞൂടാ. എത്ര സിനിമകൾ ചെയ്ത അങ്ങനെയല്ലോ, ഞാൻ അതൊന്നും എഴുതിയിട്ടില്ല ആക്ച്വലി. അതാണ് അവർക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ രമണി. അപ്പൊ തോറ്റേ ഇല്ല, ആക്ടറിനെ ചേച്ചി അതിങ്ങനെ കൂന്ന് പറയും, ഇങ്ങനെ ഊത്. ഞാൻ സ്വയം പറഞ്ഞു, എനിക്ക് എന്നെ ഓർമ്മയില്ല. ചേച്ചിക്ക് തന്നെ ഓർമ്മയില്ല. അറിയില്ല. അപ്പൊ എനിക്ക് ക്യാരക്ടേഴ്സിന്റെ പേര് എല്ലാം ഓർമ്മയുണ്ടാവും. കൗരവറില് ക്യാരക്ടർ. ആ പടം പോലെ എനിക്ക് ഞാൻ പറയൂല, അത് കണ്ടുപിടിക്ക്. കൗരവറിൽ അഭിനയിച്ച നമുക്ക് മുഴുവൻ അങ്ങോട്ട് പറയാം. ഓക്കെ, മമ്മൂക്ക മാത്രല്ല, വിഷ്ണുവർദ്ധൻ സാറുണ്ട്, മുരളിച്ചേട്ടനുണ്ട്, എല്ലാരും ഉണ്ട്. പടത്തിന്റെ പേര് മാത്രം മനസ്സിലായി. രമണിയൊക്കെ പറഞ്ഞു. വേറെ ഒരു പടത്തില് രമണി എന്നത്തെ പേരുണ്ട് എനിക്ക് ഒരു ക്യാരക്ടർ. രമണി ശരിക്കും വേറെ പടത്തില് പേരുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കൗരവറിലുണ്ടോ മനസ്സിലായില്ലേ? അടുത്ത മീര ചേച്ചിയുടെയാണ്. ഇത് ഈസിയാണ്, ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം. പ്രിയംവദ. അല്ല, നേരത്തെ തെറ്റി പറയുന്നത് പഴം കഴിക്കാൻ. അത് കഴിക്കാൻ അതുണ്ട്, അതുണ്ട്. അഭിനയിച്ച ആളുടെ പേര് അറിയില്ലായിരുന്നു. അതെനിക്ക് ചേച്ചി എനിക്ക് കൗരവറിൽ അഭിനയിച്ച ക്ലൂ വെച്ചിട്ട് പറഞ്ഞു. അതെ, അത് പറഞ്ഞില്ല, കാരണം അതിൽ എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, അത് വിട്ടേക്ക്, കാരണം എനിക്ക് അറിഞ്ഞൂടാ. പേര് പറഞ്ഞില്ലെന്നോ? മമ്മൂക്ക അഭിനയിച്ച പടം അത് പറഞ്ഞു. പക്ഷെ എങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കണം. ആദ്യം അത് കഴിക്കണം, ആ തെറ്റുത്തരത്തിന്. ഇപ്പൊ ശരി ഉത്തരം പറഞ്ഞതിന് പാല് കുടിക്കണം. ഞാൻ ശരി ഉത്തരം പറഞ്ഞായിരുന്നു. അപ്പൊ അതിനൊരു പാല് കുടിക്കണം. ഇങ്ങനെ മധുരം ഉണ്ടോ? ആ, ഉള്ള മധുരം മൊത്തം എന്നിട്ട് ആ പഴം തിരിച്ചാ തുറക്കുന്നത്. ഏത്തപ്പഴമാണ്. പച്ചയാ ഏത്തപ്പഴം ചെറുതായിട്ട് കഴിച്ചാൽ മതി. അത് പുഴുങ്ങി വെച്ചൂടെ? ചെറുതായിട്ട്. ഓ, ഗുഡ് ഗുഡ്. ഓക്കെ, സാവിത്രി. ചേച്ചി അതെങ്ങനെ മനസ്സിലായി? ചേച്ചിക്ക് മനസ്സിലായില്ലല്ലോ. ചേച്ചിക്ക് ഇല്ല, കാരണം എന്താ അറിയോ, വിഷ്ണുലോകം പറയുമ്പോ ദേവി മാത്രമേ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളൂ, സാവിത്രി ഓർമ്മയില്ല. ദേവി എന്ന് വിളിച്ച് എല്ലാവരും അങ്ങനെയാ പറയാ. വിഷ്ണു ലോകത്തിലെ ലാലേട്ടൻ വിളിക്കുന്നത് ദേവി. അപ്പൊ ആ ദേവി തൊട്ട് സാവിത്രി അല്ല, ഇതൊരു ഗസ്സായിരുന്നു എനിക്ക്. ആരും വിഷ്ണു ലോകം വരെ ഒന്നും ചിന്തിക്കൊന്നുമില്ല. കൊഴപ്പില്ലാതെ പാല് കുടിച്ചോ? ബുദ്ധി വേണം. കൗരവറിൽ അഭിനയിച്ച അറിയില്ലല്ലേ? പാല് കുടിക്ക്. ഓക്കെ, അടുത്തത് നമ്മുടെ മീര ചേച്ചിയുടെയാണ്. ശിവാനി. അയ്യോ, എനിക്കറിയാം. ശിവാനി. ഇത് ഫസ്റ്റ് പടം സൂത്രധാരൻ. ഓ, കറക്റ്റ്. ഓർമ്മയുണ്ടോ? മീരയുടെ വലിയ ഫാനാണ് മനസ്സിലായി. എന്റെ ഫാനും അവൻ അല്ലേ അല്ല. മീരയുടെ എല്ലാം ഇങ്ങനെയാ പറയുന്നത്. പക്ഷെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം എനിക്ക് തന്നെ ഓർമ്മയില്ലേ. ഇതിപ്പോ ഇതിന് പഴം കഴിച്ച തെറ്റുത്തരല്ലേ ശരിത്തരല്ലേ പറഞ്ഞേ? എന്തെങ്കിലും ഒരെണ്ണം. ഈ കുട്ടി എല്ലാം മിക്സ് ചെയ്തിട്ട് കഴിക്കണത് കേട്ടാ. ഓക്കെ, അടുത്തത് ചേച്ചിയുടെ ശാരദാമണി. അതെനിക്ക് ഓർമ്മയുണ്ട്. ശാരദാമണി അത് ചേച്ചിയുടെ ലൈഫിലെ ഒരു ബിഗ്ഗസ്റ്റ് മൂവിയാണ്. ആ, ശാരദാമണിയെ മറക്കരുത്. അതല്ലേ ശാരദാമണിയുടെ ക്യാരക്ടറാവും ഞാന്. വൺ ക്യാരക്ടർ ഇല്ലേ, ബോൾഡ്. ആക്ച്വലി ചേച്ചിയുടെ ഒരു കഥയാണ് അത്. ആക്ച്വലി ഫസ്റ്റ് ലെറ്റർ പറയൂ. ഉണ്ണിയാർച്ചയാണ്. ആ, അതന്നെ. ഓർമ്മയുണ്ടോ?
ഗോരം. ചകോരം. ഇവിടുത്തെ അവിടെ ചകോരം ചകോരം എന്ന് പറയാ. അങ്ങനെയല്ലല്ലോ. ചാ വരെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ചകോരത്തിൽ ആക്ച്വലി ഒരു 30 വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ആ ഒരു ക്യാരക്ടർ അല്ലേ? പക്ഷെ ഈ മൂവിയിലും അങ്ങനെ ഒരു കല്യാണം കഴിക്കാതെ കല്യാണം correct ആണ് കേട്ടോ. അല്ലേ? അതിലും ഈ സൊസൈറ്റിയുടെ ഒരു സംഭവം അവിടെ വരും അതില്. അതായത് ലോയിച്ചേട്ടന്റെ ആണ് കഥ അത്. അപ്പൊ അന്നത്തെ ടൈമിലുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു ഇത് ഇന്നും വലിയ സെയിം അതേ തന്നെയാണല്ലോ പറയുന്നത്. അവര് ഒരു പ്രായം കഴിഞ്ഞു പോയി. അവർക്ക് ആ സമയത്ത് അവരുടെ അനിയത്തിയും അനിയനെയും അവരുടെ കല്യാണം ഒക്കെ കഴിപ്പിച്ചു വിട്ടു. ഇവർക്ക് പിന്നെ ഒരു സ്നേഹം പ്രേമം ഒക്കെ വന്ന് ഇവര് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും the others will pinpoint it. They say, ഈ പ്രായത്തിൽ എന്തോ നിനക്ക് വേറെ ജോലി അഹങ്കാരിയാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് അവരെ ശരിക്കും ശരിക്കും 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് പ്രായം കണ്ടിട്ടില്ലല്ലേ? ഇറങ്ങി പോടാ. എന്താണ് അങ്ങനെ? അത് ശരിയല്ല. അത് ശരിയല്ല. ചേച്ചി എവിടെ ഫുള്ള് പുള്ളിക്കാരി അവിടെ വലിയ ബിസിയാ. ചെയ്യും? ചേച്ചി ഭയങ്കര ബിസിയാ അവിടെ ഫോക്കസ് ചെയ്യും. ഞങ്ങളിപ്പോ ചകോരത്തിനെ കുറിച്ച് കണ്ടിട്ടില്ലല്ലേ? ഇറങ്ങി പോ. ഇനി ചേച്ചി ഇറങ്ങുമ്പോ പടം കാണിപ്പിച്ചിട്ട് അതെ ഞാൻ പറഞ്ഞു ആ പടം കണ്ടിട്ടില്ലല്ലേ അപ്പൊ ഇറങ്ങി പോകുന്നു. അതല്ല ഞാൻ പറയാം, ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് ഈ സ്ത്രീകളെ ഇങ്ങനെ ഓൾഡ് അങ്ങനെ വയസ്സത്തിയാക്കുന്നത് ശരിയല്ല. അതെ അതെ അതെ. അല്ല കണ്ട അല്ലെന്ന് പറ ചേച്ചി. അല്ല പേര് പറയാതിരിക്കും. ആ ദേശത്തിന്റെ അതെ ശാരദാമണിയുടെ സ്വഭാവം എടുക്കുന്നു അതിൽ ഉണ്ണിയാർച്ചാണ്. ഓക്കെ ഇനി അടുത്തത് നമ്മുടെ മീര ചേച്ചിയുടെ ആണ്. മീര ചേച്ചിയുടെ ആണ് പറയരുത്. അനുപമ. പറയരുത്. അനുപമ ഈ പടത്തിലൊരു പേര് തമ്മിലൊരു ഭയങ്കര ഒരു സാമ്യമാണ്. അതെനിക്കറിയത്തില്ല. അനുപമ. അനുപമ അറിയില്ലേ? അനുപമ അറിയില്ലേ? ചേച്ചിക്ക് ഏതൊരു പടത്തിന് സാമ്യത? ഈ പടത്തിനായിട്ട് അനുപമയ്ക്ക് ഒരു സാമ്യമുണ്ട്. അപ്പൊ ചേച്ചി ആലോചിക്ക്. ആ സിനിമ വിനോദയാത്ര. ആ പാലും പഴവും. ഓ അങ്ങനെ കണ്ട ക്ലൂ പറയാൻ എനിക്ക് അറിയാം. ക്ലൂ അറിയാം. ഓക്കെ നെക്സ്റ്റ് പടമൊക്കെ എല്ലാവർക്കും ഇത് ലാസ്റ്റ് ആണ് ചേച്ചിയുടെ. ഇത് ഈ ചേച്ചിയുടെ ഇത് സിമ്പിൾ ആവുന്നുണ്ട്. ഷീല ചാക്കോ. അത് ഓർമ്മയുണ്ടോ? ഇത് എന്താ പാലൊന്ന് കുടിക്കൂ മിസ്റ്റർ? ഓക്കെ അടുത്തത് ഇതും നമ്മുടെ മീര ചേച്ചിയുടെ ആണ്. കൺമണി. ഏത് ഓക്കെ പറഞ്ഞോ? ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയട്ടെ ചേച്ചി. പറഞ്ഞോ. കറക്റ്റ്. പാല് കുടിച്ചോളൂ. പക്ഷേ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. മീര ചേച്ചിയുടെ ഫുൾ ഇവിടെ ശരിയാക്കി ചേച്ചിയുടെ തെറ്റിച്ചു. എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? അപ്പൊ അവൻ നേരത്തെ പറഞ്ഞതൊക്കെ തെറ്റാണോ? എന്റെ ഫാനാന്നൊക്കെ പറഞ്ഞു. അല്ല ഒറ്റ പടം കണ്ടിട്ടില്ല. ആകെ ഷീല ചാക്കും ഞണ്ട് നിവിൻ പോളി ഉള്ളത് കൊണ്ട് കണ്ടത്. അതുകൊണ്ട് അവന് ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ ഓർമ്മയില്ല. ഞാൻ പറയട്ടെ, ആദ്യത്തെ പടം പേര് അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. പേര് പറഞ്ഞു മമ്മൂക്ക. തിലകൻചേട്ടൻ, ജോഷി സാർ കണ്ടിട്ടുണ്ട് പക്ഷെ ഓർമ്മയില്ല. കൊഴപ്പില്ല അല്ലേ? നമുക്ക് അങ്ങനെ മണ്ണിച്ച് വിടാം അല്ലേ? എനിക്കല്ല ഇതെന്തത് ഞാൻ എന്താ പറഞ്ഞത്? ഓക്കെ അപ്പൊ ഇനി ചേച്ചിയുടെ മറ്റേ കൺമണി എന്നുള്ള ക്യാരക്ടറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ആ രസതന്ത്രത്തില് ആ ഒരു ഇത് വരുമ്പം. ഇപ്പൊ അതിന് നമ്മുടെ ഒരു മെയിൽ ക്യാരക്ടർ ഒക്കെ ആയിട്ട് ചെയ്യണ്ടല്ലോ. അപ്പൊ ലൈഫിൽ എവിടെയെങ്കിലും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ഓക്കെ നമുക്കൊരാണായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ആക്സസിബിലിറ്റി കിട്ടിയാൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് പെണ്ണായിട്ട് തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. അടുത്ത ചിലർ ചോദിക്കാറുണ്ട് അടുത്ത ജന്മം കിട്ടുവാണെങ്കിൽ എന്താ, സ്ത്രീയായിട്ട് തന്നെ ജീവിക്കാൻ ജനിക്കാനാണ് ഇഷ്ടം. പക്ഷെ ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ആ വേഷം ഇട്ടപ്പോഴത്തേക്കും ഒരു ഫ്രീഡം ഫീൽ ചെയ്തു. ആ സമയത്ത് വേറൊരു ഫ്രീഡം, ലൈക്ക് യുനോ നമുക്ക് എവിടെ ആ അറ്റയർ ആ കോസ്റ്റ്യൂം ഇട്ടപ്പോഴത്തേക്കും ആ ഒരു ഫീലിംഗ് വന്നു, ഇമോഷൻസ് വോട്ടെവർ. അപ്പം ഓക്കെ ഇതിലൊരു ആണായി കഴിഞ്ഞാൽ നമുക്ക് രാത്രി എവിടെ വേണേലും പോവാം, നമുക്ക് സേഫ്റ്റിനെ പറ്റി ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ എനിക്കും തോന്നി. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ മൂവിയിലാണെങ്കിലും കുറച്ചുകൂടെ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ഇത് ആക്ച്വലി സംസാര വിഷയം ആവുന്നതും ഇതൊരു ലേഡി അപ്പുറത്തായത് കൊണ്ടാണോ? ഇപ്പൊ ഇത് നേരെ തിരിച്ചാണെങ്കിലും ഇത് ആൾക്കാർ അധികം തന്നെയാണല്ലോ അല്ലേ? സൊസൈറ്റി സാധാരണ നടക്കുന്ന പോലെ അതില് അല്ലാതെ വരുമ്പോഴാണല്ലോ അവിടെ ഡിസ്കഷൻസും അല്ലെങ്കിൽ അവിടെ ഒരു ഇത് വരുന്നത് അല്ലേ? പക്ഷെ ഇപ്പൊ കോമൺ ആണ്. ഇപ്പൊ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ വ്യക്തികള്, അതായത് ഈ ആണും പെണ്ണും
അവര് പരസ്പരം സെലക്ട് ചെയ്ത് ഒരുമിച്ച് ജീവിക്കാൻ ഡിസൈഡ് ചെയ്തിട്ട് അവര് ഹാപ്പി ആവുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, സത്യം. മറ്റുള്ളവരെ പറ്റിയല്ല, അവര് സന്തോഷമാണോ, ബിക്കോസ് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കാന്നുള്ളത് അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനിത് ശ്രദ്ധിച്ചു, ചേച്ചിയുടെ ക്യാരക്ടർ ഭയങ്കര ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഒരു ബബ്ലി കുറെ ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ കണ്ടു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോ? കാരണം മുന്നത്തെ പടത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ബോസി ആ ഒരു ടൈപ്പ് ഒക്കെ ക്യാരക്ടർ, മൂടി, അതൊക്കെ ഇതിലേക്ക് ഭയങ്കര വൈബ്രന്റ് ആണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ ചേഞ്ച്? ഇതില് ഞാൻ ചെയ്യുമ്പം ഇവരൊക്കെ പറയുന്ന, അശ്വിനും വിക്കപ്പിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത്, എന്നെ എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു. ബിക്കോസ് മലയാളികൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ടല്ലോ, അതിന്റെ ഒരു ഇതാണ്, ഇങ്ങനെ കാണാനായി ഇഷ്ടമാണ് ജനങ്ങൾക്ക്. ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ അത് പിന്നെ എനിക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി അശ്വിന്റെ കാര്യത്തില്. കാരണം ശരിക്കും ഈ ആമ്പിള്ളേര് ടെക്സ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും വരാൻ പോകുന്ന കേട്ടോ. ഇപ്പൊ ശരിയാണ്, അങ്ങനെ ഇതുപോലത്തെ കുറെ ഉണ്ട്. ഇപ്പൊ എന്റെ ഒരു ഞങ്ങള് പണ്ട് സിനിമയ്ക്കൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് സിനിമയ്ക്ക് പോകുമ്പോ അതിനകത്ത് കൂട്ടത്തിൽ ഒരാളുടെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് പറയും, മോളെ ഞാൻ ഉറങ്ങാൻ പോവാ, ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ, മോള് ഉറങ്ങണേ, പോവാ. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ മെസ്സേജ് കള്ളന്മാരാണ്. അപ്പൊ ഇനി അവര് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോ അവരിനി ഫോൺ വെക്കരുത്, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യിപ്പിക്കും. ഞാൻ തന്നെ ഈ അടുത്ത് എന്റെ വൈഫ്, ഞങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും കൂടി ലൂഡോ കളിച്ചോണ്ടിരിക്കും. പെട്ടെന്ന് വൈഫ് വിളിച്ചപ്പോള് അപ്പൊ ഞാൻ പറഞ്ഞെടി ഞാൻ ഇന്ന് ബിസിയാ, തിരക്കില്. ഉടനെ ഇപ്പോൾ കോള് വന്നപ്പോഴത്തേക്ക് ഞാൻ നേരെ ബെഡ്റൂമിലോട്ട് ഓടി. ഞാൻ വന്നു, വീഡിയോ കോൾ ഓണാക്കി, എന്താടി കുഴപ്പമില്ല. ചേച്ചിയുടെ ആ ഒരു ഒരു യങ്സ്റ്റർ ആ ഒരു ടൈമിലൊക്കെ ഇതേപോലത്തെ ടെക്സ്റ്റിംഗ് ഇല്ലല്ലോ, അപ്പൊ ഇതേപോലത്തെ കള്ളത്തരങ്ങളും കുറവായിരുന്നു തോന്നുന്നു അല്ലെ ആൾക്കാര്? അതെ അതെ, പാവങ്ങൾ, ഭയങ്കര പാവങ്ങൾ. ഇപ്പത്തെ ആമ്പിള്ളേരൊന്നും നമുക്ക് മനസ്സിലാവില്ല. അല്ല, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കള്ളത്തരം ഇപ്പോഴാ മനസ്സിലാവുന്നത്. ഇനി എല്ലാ സ്നേഹം കൊണ്ട്. പക്ഷെ ഇതൊക്കെ എല്ലാം പടങ്ങളിൽ റിവീൽ ചെയ്തത് കൊണ്ട് ഇനി പെണ്ണുങ്ങൾ അങ്ങനെ പറ്റിക്കാനും പറ്റില്ല. ചേച്ചിക്കും ഇപ്പൊ മനസ്സിലായി യങ്സ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെയാണ് ടെക്സ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ കുറെ സംഭവിക്കാം. അങ്ങനെ പറയാറില്ല. ഞാനോ? ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഞങ്ങൾ പെമ്പിള്ളേർ സത്യം മാത്രമേ പറയുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ പറയാം എന്താണ്, കയ്യിലിരിക്കില്ല ക്യാമറയും മൊബൈലും. അപ്പൊ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയില്ലേ? അന്നത്തെ കാലത്ത് എഴുതി ഇനി 10 ദിവസം കഴിഞ്ഞ് കയ്യിൽ എഴുത്ത് കിട്ടുമ്പോഴത്തേക്കും കള്ളത്തരെല്ലാം ചെയ്ത് കഴിഞ്ഞു. അതെ, സേഫാ ചേച്ചി, സേഫ് ആയിരുന്നു. അപ്പോ ഈ ഒരു ഫോണല്ലേ കറക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വല്ല ട്രങ്കോളൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം. ഇനി അത് ആകുമ്പോഴേക്കും ആ മൂടൊക്കെ പോവും. പിന്നെ ഇപ്പത്തെ പോലെ അല്ലേ അവര് സ്നേഹം കൊണ്ടൊക്കെ സംസാരിക്കുന്നത്, കോളൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണ്ടേ? ട്രങ്ക് കോള്, അതേപോലെ മറ്റേ ടെലിഗ്രാം അയക്കല്, അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മൂവിയിൽ ആക്ച്വലി നമ്മളൊരു കുറച്ചുകൂടെ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, മീൻ യങ് ആയിട്ടുള്ള ഒരു ആൾ ഇഷ്ടപ്പെടുന്നത്. ആക്ച്വലി അങ്ങനത്തെ ഒരു സ്റ്റോറി വരുമ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട്, ലൈക്ക് വാട്ട്സ് ഹാപ്പനിങ് അങ്ങനെ. കാരണം നമ്മൾ കുറവാണ് അങ്ങനെ 2-3 പടങ്ങൾ മാത്രം അങ്ങനത്തെ ഒരു ജോൺറയിൽ വന്നിട്ടുള്ളൂ. അപ്പം അത് പുൾ ഓഫ് ചെയ്യുമ്പം എന്തെങ്കിലും ആദ്യം ഒരു കൺസേൺ ഉണ്ടായിരുന്നു, അത് എങ്ങനെ ആൾക്കാർ എടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഐ തിങ്ക് സ്ക്രിപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ്. അതെ, അതിലിരിക്കും എങ്ങനെയാണ് ആളുകൾ എടുക്കാത്തെന്നുള്ളത് ഒരു 90% അതിലിരിക്കും. സോ സ്ക്രിപ്റ്റ് റീഡ് ചെയ്തപ്പോഴത്തേക്കും ഇതൊരു ഞങ്ങളൊരു തമാശ രൂപത്തിൽ ഇത് അവതരിപ്പിക്കുന്നത്. ആൻഡ് അപ്പോഴത്തേക്കും ഇത് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെയും അവർ ആ ജേർണിയിൽ പോകുന്നതും ചിരിച്ച് കളിച്ച് അങ്ങനെ പോകുന്ന ഒരു രീതിയിലാണ് നമ്മളതിനെ. സോ അത്ര വറീസ് ഇല്ല. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഈ പ്രായം കൂടിയ പെണ്ണും പ്രായം കുറഞ്ഞ പയ്യനും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് കോമൺ ആണ്. അങ്ങനെ ആളുകൾ മാരീഡ് ആവുന്നു. പണ്ടും ഉണ്ടായിരുന്നു, മേ ബി അവർ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ഇപ്പൊ കുറച്ചുകൂടെ കോമൺ ആണ്. ആൻഡ് ഓൾസോ അവര് വളരെ പബ്ലിക്കലി വന്ന് പറയുകയും ചെയ്യും. ആൻഡ് ദേ ആർ വെരി ഹാപ്പി അല്ലേ? ഇപ്പം ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ആക്ച്വലി ഞാൻ ഭയങ്കര ഫാനാണ് ചേച്ചിയുടെ. എന്താ പറയുക, കോമഡി ആണെങ്കിൽ എക്സ്ട്രീം കോമഡി, അതുപോലെ ആംഗ്രി ആണെങ്കിൽ ഒരു വിഷമാണെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങ് ഇമോഷണലി ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് ചേച്ചി ചെയ്തുകൊണ്ട് വരുന്നത്. സോ ഈ പടത്തില് നമ്മൾ എന്താ ചേച്ചിയുടെ അടുത്ത് പ്രതീക്ഷിക്കണ്ടേ? മീൻ എങ്ങനത്തെ ഒരു മൂഡ് ഓഫ് ക്യാരക്ടർ?
ഡിഫറെന്റ് ആണ്. ആണോ? ശാന്തി കൃഷ്ണ എന്ന് പറഞ്ഞ ആക്ട്രസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു പിന്നെ സാധനം. ഇവരുടെ രണ്ടുപേരെ ആ റിലേഷൻഷിപ്പ് ട്രാക്ക് ഭയങ്കര രസമാണ്. നല്ല രസമുള്ള ബന്ധവാ. ഓക്കെ റെയർ ആണ്, അതും പ്രതീക്ഷിക്കാത്ത ബന്ധം. ഓക്കെ പ്രതീക്ഷിക്കാത്ത നമ്മൾ ഈ അച്ചുവിന്റെ അമ്മയിലൊക്കെ കണ്ട പോലത്തെ ഏതെങ്കിലും ഒരു അങ്ങനെ അത് വേറെ സ്ക്രിപ്റ്റ്, വേറെ ക്യാരക്ടർ, അതും വേറൊരു ബന്ധമാണല്ലോ. ലൈക്ക് ലൈഫിൽ അങ്ങനെ കുറെ അമ്മ മോള് ഉണ്ടല്ലോ. അതെ, ഇപ്പൊ എനിക്കും എന്റെ മോളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. സെയിം തിങ് ആണ്. ഇപ്പൊ ഞാനും കൺവെൻഷനൽ ഒരു ടിപ്പിക്കൽ അമ്മ മോനെ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ ആ സ്റ്റൈലും അല്ല. പക്ഷെ ഇത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു അമ്മ ക്യാരക്ടറാണ്. അതായത് ആൾക്കാർ കാണുമ്പോ ഒരു അമ്മയും മോളും അവര് പടം കാണുമ്പോ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. കണ്ടോ നമ്മളിങ്ങനെ ചെയ്തിട്ട് ചേച്ചി അത് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യത്തില്ല. ബിക്കോസ് ചേച്ചിയുടെ ഒരു ഇമേജ് വേറെയാണല്ലോ. ബട്ട് ചേച്ചി ഇത് ചെയ്യുമെന്നുള്ള ഞങ്ങൾക്കറിയാം, ബിക്കോസ് എനിക്ക് ചേച്ചി അറിയാവുന്നുണ്ട്. പക്ഷെ ബാക്കി ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യില്ല അല്ലെ അങ്ങനത്തെ കുറെ കാര്യങ്ങള്. ഓക്കെ, ഇപ്പം ഞാൻ അശ്വിനോട് വേറൊരു വലിയ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇപ്പം ഇതേപോലെ ഇപ്പൊ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനോട് ക്രഷ് തോന്നുക അങ്ങനെ എന്തെങ്കിലും അശ്വിന് കടന്നു പോയിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കമ്മിറ്റ് അപ്പൊ മാരി ചെയ്തു വൈഫിന് സ്കൂളിൽ പഠിക്കുമ്പോ ക്ലാസ്മേറ്റ് ആണ്. അതുകൊണ്ട് പൂവാലനൊന്നും അല്ല. എന്റെ അമ്മ മറ്റേ ഹൈസ്കൂൾ സ്വീറ്റ് ഹാർട്സ് എന്ന് പറയണ പോലെ. ഭാര്യയുടെ ഫോൺ നമ്പർ തരണേ, ഞാൻ ഭാര്യയുടെ ഫോൺ നമ്പർ തരണേ. അത് ഒറ്റ പറയണം നാക്കൊടുക്കണം. ഓക്കെ, അതെങ്ങനെ ഏത് ക്ലാസ്സിൽ തുടങ്ങിയപ്പോ? ഇഷ്ടം തുടങ്ങി, എന്നിട്ട് ഇപ്പൊ കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു അപ്പൊ അങ്ങനത്തെ ആമ്പിള്ളേരുണ്ടല്ലേ ലൈക് ലോങ് സെയിം സിറ്റുവേഷൻ ആണ്. അത് കൂടെ പറ. 6 മാസത്തെ മൂപ്പ് അത് പറയണം. 6 മാസം നമ്മൾ സെയിം ക്ലാസ്സിൽ പഠിക്കുമ്പോ അങ്ങനെയാണല്ലോ, മാസം വ്യത്യാസം വരും. അപ്പൊ ഞാൻ അവിടെ ഞാൻ കള്ളത്തരം കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഓട്ടോഗ്രാഫിൽ 93 ഒക്കെ എഴുതി വെച്ചു. ഞാൻ റിലേഷൻ ആയി 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു സത്യം പറയാം, 6 മാസം പട്ടി പക്ഷെ പിന്നെന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു പോയി. നമ്മുടെ വലയിൽ വീണു. ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ യങ് ആയിട്ടുള്ള ആൾക്കാരെ ചുമ്മാ ഒരു പ്രപ്പോസൽസ് അല്ലെങ്കിൽ ചുമ്മാ ലവ് ലെറ്റേഴ്സ് അങ്ങനെയൊക്കെ ക്രേസി ആയിട്ട് അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ടോ? യങ് ആയിട്ടുള്ളത് ഫാൻസ് ആണോ? ഫാൻസ് അതൊരു സമയത്ത് ഇപ്പൊ എല്ലാം അങ്ങനെ എഴുത്തൊന്നും ഇല്ല. ചേച്ചിയുടെ കാലത്ത് ആ സമയത്ത് ഫുൾ എഴുത്തായിരുന്നു. ഞാനും വന്ന സമയത്ത് എഴുത്തായിരുന്നു. ഫാൻസിന്റെ വന്നിട്ടുണ്ട്, എഴുത്തെഴുതിയുള്ള ഒരു ഫാൻസിന്റെ ഒരു സ്നേഹം അമ്പലമൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സത്യമാണോ? എനിക്കറിഞ്ഞൂടാ. ആണല്ലേ? അമ്പലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. there are people who are like crazy. അവരില്ലെങ്കിൽ ഞാനില്ല എന്ന ലൈനിന് വരെ ചിന്തിക്കുന്നവരാണ്. ലെറ്റർ എഴുതി പ്രേമം മാത്രമേ, പ്രേമല്ല ആരാധന എന്നൊക്കെ ഒരു സ്പെഷ്യൽ ഫീലിംഗ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതലും ആൾക്കാർക്ക് ആക്സസിബിലിറ്റി ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പം ആർട്ടിസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിലായാലും അങ്ങനെ. മറ്റേതിങ്ങനെ ഇടയ്ക്ക് മാത്രം കാണുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും ഭയങ്കര ഒരു ഫാൻഡം ആ സാധനമൊക്കെ വരുന്നേ തോന്നുന്നു. ഐ ഗസ് അല്ല ഇപ്പൊ കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും, കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. സോ മച്ച് എക്സ്പോഷർ അല്ലേ. പണ്ടും ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ അറിയുന്നില്ല. അവളുടെ റിക്വസ്റ്റില് ഒരാള് ഇവള് റിപ്ലൈ ഒന്നും അയക്കുന്നില്ല, അവൻ അയച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയുണ്ട് എന്നാലും നീ മിണ്ടിയില്ലല്ലോ എന്നോട്. സ്വയം ക്വസ്റ്റ്യൻ സ്വയം ആൻസർ ആയിരിക്കും. തിരിച്ചു റിപ്ലൈ ഒന്നും വേണ്ട, അയച്ചോണ്ടിരിക്കൂ. ഓക്കെ, നമ്മള് പാലും പഴത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വന്നത്. പക്ഷെ ആക്ച്വലി ശാന്തി ചേച്ചി ആ പടത്തിനെ പോലെ ഇവിടെ ഭയങ്കര നോട്ട് ചെയ്തു കേട്ടോ. അതെ, പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ പാലും പഴവും ഇതേപോലെ ആൾക്കാരെ ചിരിപ്പിക്കട്ടെ, സെലിബ്രേറ്റ് ചെയ്യട്ടെ പടം അങ്ങോട്ട്. നിങ്ങൾക്കും ആ ഒരു ജോയ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പൊ നമ്മുടെ ഓഗസ്റ്റ് 23-ാം തീയതി എല്ലാവരും കാണുക. എല്ലാരും അതെ തിയേറ്ററിൽ പോയിട്ട് കാണണം. ഓക്കെ, അപ്പൊ പോവല്ലേ? ബൈ, താങ്ക് യു സോ മച്ച്. ആ പാൽ മാത്രം കുടിച്ചോ. അത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി